അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ അഖീദയിലെ മൂന്നാമത്തെ പാഠമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മൂന്നാം പാഠത്തിൻ്റെ പേരാണ് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നബിയുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് മക്കയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മയുടെ പേര് ആമിന ബീവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 40 വയസ്സിലാണ് നുബുവത്ത് ലഭിച്ചത്. 53 വയസ്സായപ്പോഴാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി. 63 വയസ്സായപ്പോഴാണ് മദീനയിൽ നിന്ന് വഫാത്തായത്. അപ്പം അടുത്ത് നിറം നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുള്ള, ആമിന ബീവി, മക്ക, മദീന. അപ്പം നിറക്ക് എല്ലാവരും നൽകുകൊണ്ട് അടുത്തത് തർത്തീബാണ് നമ്മൾ പഠിക്കുന്നത്. യോജിപ്പിച്ച് ചേർക്കാം. 40 വയസ്സായപ്പോഴാണ് നുബുവത്ത് കിട്ടി. മക്കയിൽ നിന്ന് ജനിച്ചു, മദീനയിൽ നിന്ന് വഫാത്തായി. ആമിന ബീവി ആരായിരുന്നു? നബിയുടെ പൊന്നുമ്മയായിരുന്നു കേട്ടോ. അബ്ദുള്ള ആരായിരുന്നു? നബിയുടെ വാപ്പ, ഉപ്പ എന്ന് പറയും. അപ്പം അങ്ങനെ അടുത്തത് നമുക്ക് കോളൊക്കെ കൊടുത്തിട്ടുണ്ട്. നബിനെ കുറിച്ചിട്ടുള്ള പാട്ടാണ്. ഗൂഗിളിൽ സ്കാനർ കൊണ്ട് ഒന്ന് സെർച്ച് ചെയ്താൽ പാട്ടൊക്കെ കിട്ടും കേട്ടോ. നമ്മുടെ നബിയവരാരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹ്. നബിയുടെ ജനനം മക്കത്ത്, മരണപ്പെട്ടു മദീനത്ത്. നബിയുടെ ഉപ്പ അബ്ദുള്ള, ആമിന ബീവി പൊന്നുമ്മ. 40 വയസ്സിൽ നബിയായി, മാനവർക്കേകെ ഗുണമായി. പാട്ടൊക്കെ പഠിച്ചവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അടുത്ത ബോക്സ് പറഞ്ഞാൽ ഉത്തരം എഴുതാം. ഉത്തരം എഴുതിയാലോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോയത് എങ്ങനെ? മക്കയിൽ നിന്ന് മദീനയിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എവിടെ? മദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ആരായിരുന്നു? ആമിന ബീബി, അബ്ദുള്ളയും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയറൊക്കെ ചെയ്തോളും. കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. നിങ്ങൾക്കറിയാത്ത പാഠം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി. ഏത് ബുക്കായാലും കുഴപ്പമൊന്നുമില്ല. 2ാം ക്ലാസ്സിലെ എല്ലാ ബുക്കും എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ അക്കീദയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. ഞാൻ നിർത്തുകയാണ്. അടുത്ത വീഡിയോയുമായി നാളെ വരാം കേട്ടോ.